ഹായ് ഓൾ, വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്ടർ ആൾജീബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് വരെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? യെസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, യെസ്. ആദ്യം നമുക്ക് എന്താണ് വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് നോക്കാം. ഡെഫിനിഷൻ. യെസ്, the vector product of two non-zero vectors, vector A and vector B, is denoted by A cross B. Yes, അപ്പോൾ വെക്ടർ എയും വെക്ടർ ബിയും രണ്ട് നോൺ സീറോ വെക്ടേഴ്സുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്നാണ് നമ്മൾ വായിക്കുക കേട്ടോ. വെക്ടർ എ ക്രോസ് വെക്ടർ ബി. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വെക്ടർ എ ക്രോസ് ബി ഇസ് ഈക്വൽസ് ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ അല്ലെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ എൻ ക്യാപ്പ്. നമ്മൾ ഫിഗറിൽ നിന്ന് വ്യക്തമാണ്, എ എന്ന് പറയുന്ന വെക്ടർ കാണിച്ചിട്ടുണ്ട്, ബി എന്ന് പറയുന്ന വെക്ടർ കാണിച്ചിട്ടുണ്ട്. ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. യെസ്, so a cross b is equals to, as per definition എന്താ വരുന്നുണ്ടായിരിക്കുക? magnitude of a into magnitude of b into sin theta n cap, where n cap is nothing but it is the unit vector perpendicular to both vector a and b. അത് ഫിഗറിൽ ക്ലിയർ ആണ് അല്ലെ? വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് എന്ത്? n cap എന്ന് പറയുന്നത്. ഓക്കെ, yes, in a right-handed system. Yes, so vector product or cross product of two vectors definition ഇത്രയേ ഉള്ളൂ. വെക്ടർ എയും വെക്ടർ ബിയും ഉണ്ട്, അതിനുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. n cap എന്ന് പറയുന്നത് is a unit vector perpendicular to both vector a and vector b in a right-handed system. Okay, then അങ്ങനെയാണ് എങ്കിൽ a cross b കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് magnitude of a into magnitude of b into sin theta n cap. It is a unit vector perpendicular to both vector a and vector b. Yes. നെക്സ്റ്റ്, വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി നമുക്ക് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു വെക്ടർ തന്നെയായിരിക്കും. എ ക്രോസ് ബി ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെയായിരിക്കും? ഒരു വെക്ടർ തന്നെയായിരിക്കും. യെസ്, സോ എ ക്രോസ് ബി ഇസ് എ വെക്ടർ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വെക്ടർ എയും വെക്ടർ ബിയും രണ്ട് നോൺ സീറോ വെക്ടേഴ്സുകളാണ്. ദെൻ എ ക്രോസ് ബി ഈക്വൽ ടു 0, അതായത് അവരുടെ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് 0 ആകും. എപ്പോൾ? ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ പാരലൽ. ഓക്കെ, ഇഫ് ദേ ആർ പാരലൽ ആംഗിൾ വിൽ ബി 0. ക്ലിയർ? സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്, എ ക്രോസ് ബി എന്തായിരുന്നു ഡെഫിനിഷൻ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ആൻഡ് ക്യാപ് എന്നല്ലേ കൊടുത്തിരുന്നത് അല്ലെ? അപ്പൊ തീറ്റ 0 ആകുമ്പോൾ എന്തായിരിക്കും? പാരലൽ ആകുമ്പോൾ എന്തായിരിക്കും? എ ക്രോസ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ രണ്ട് വെക്ടേഴ്സുകൾ പാരലൽ ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് തീറ്റയുടെ വാല്യൂ π/2 ആണെന്ന് വിചാരിക്കൂ. അപ്പൊ സൈൻ 90 എത്ര വരുന്നുണ്ടായിരിക്കുക? 1 അല്ലേ വരുന്നുണ്ടായിരിക്കുക. സോ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു 1. Sin 90 is 1. So a cross b will be magnitude of a into magnitude of b if theta equals to π/2. സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കേസസുകൾ എടുക്കുന്നത് മാത്രം. തീറ്റ 0 ആകുമ്പോൾ എങ്ങനെയാണ്? തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ എങ്ങനെയാണ്? പിന്നെ എ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഒരു വെക്ടർ ആണെന്നും പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ ദ വ്യൂ ഓഫ് ദി ഒബ്സർവേഷൻസ് 2 and 3 ഫോർ മ്യൂച്വലി പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് i, j and k we have. യെസ്, നമ്മൾ ഇതുവരെ നമ്മൾ കുറച്ച് ഒബ്സർവേഷൻസുകൾ പരിചയപ്പെട്ടു അല്ലെ? അപ്പൊ അതിന്റെ ബേസിസിൽ ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ ഐ ക്രോസ് ജെ ചെയ്ത് കഴിഞ്ഞാൽ മിക്സിംഗ് ചെയ്ത് വരികയാണ് എങ്കിൽ എന്തായിരിക്കും? ഐ ക്രോസ് ചെയ്താൽ വിച്ച് വിൽ ബി ഈക്വൽ ടു കെ ക്യാപ്. അതേപോലെ ജെ ക്യാപ് ക്രോസ് കെ ക്യാപ് ആണെങ്കിലോ അത് ഐ ക്യാപ്പിന് ഈക്വൽ ആണ്. അതേപോലെ തന്നെ കെ ക്രോസ് ഐ എന്ന് പറയുന്നത് ജെക്കും ഈക്വൽ ആയിരിക്കും.
ഓക്കെ, ഈ ഒബ്സർവേഷൻസുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചവർ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ഉണ്ടായിരിക്കുക, റിവൈസ് ചെയ്ത് വെക്കുക. എ ക്രോസ് ബി വെക്ടർ ആണ്. അതേപോലെ എ ക്രോസ് ബി 0 ആകുമ്പോൾ പാരലൽ കണ്ടീഷൻസ് ആണ് വരുന്നുണ്ടായിരിക്കുക. 90 ആകുമ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണെന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ യൂണിറ്റ് വെക്ടേഴ്സിന്റെ കേസസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് yes, in the terms of vector product, angle between two vectors, vector A and vector B, may be given as sin theta equal to magnitude of A cross B divided by magnitude of A into magnitude of B. നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരുന്നപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു ഇല്ലേ. അതേപോലെ തന്നെ നമ്മുടെ വെക്ടർ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിലും ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് വെക്ടർ പ്രൊഡക്റ്റ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ആൻഡ് ബി ഈസ് ഗിവൺ ബൈ എന്താണ്, സൈൻ തീറ്റ ഈക്വൽസ് ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി divided by magnitude of A into magnitude of B. Okay, yes. അടുത്ത പോയിന്റ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ 4th പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇനി ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് വരിക എന്ന് വിചാരിക്കും. ജെ ക്യാപ് ക്രോസ് ഐ ക്യാപ് ആണ് എങ്കിൽ അത് മൈനസ് കെ ക്യാപ്പിന് ഈക്വൽ ആണ്. അതേപോലെ തന്നെ കെ ക്യാപ് ക്രോസ് ജെ ക്യാപ് ആണെങ്കിൽ മൈനസ് ഐ ക്യാപ് ആണ്. ഐ ക്യാപ് ക്രോസ് കെ ക്യാപ് ആണെങ്കിൽ അത് മൈനസ് ജെ ക്യാപ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി അടുത്ത 2 പോയിന്റ്സുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. നമുക്ക് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കാനും ഏരിയ ഓഫ് ദി പാരലോഗ്രാം കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്ടർ പ്രൊഡക്റ്റിന്റെ കേസസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. വെക്ടർ എയും വെക്ടർ ബിയും റെപ്രസെന്റ് ചെയ്യുന്നത് അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എ ബി സി എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട് ഇല്ലേ. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. അതിൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കി നോക്കൂ. വെക്ടർ എയും വെക്ടർ ബിയും റെപ്രസെന്റ് ചെയ്യുന്നത് അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ്സുകളാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. എയും ബിയും എന്തായിരിക്കണം, അഡ്ജസന്റ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ഇതേപോലെ നമുക്ക് ഏരിയ ഓഫ് ദി പാരലോഗ്രാം കാണാൻ പറ്റും. അതിലും പറയുന്നുണ്ടല്ലോ, വെക്ടർ എ വെക്ടർ ബി റെപ്രസെന്റ് ചെയ്യുന്നത് അഡ്ജസന്റ് സൈഡ്സ് ഓഫ് ദി പാരലോഗ്രാം. സപ്പോസ് എ ബി സി ഡി നമ്മളൊരു പാരലോഗ്രാമെ കൺസിഡർ ചെയ്യാണ്. എ ബി എന്ന് പറയുന്ന സൈഡ് ബി വെക്ടർ ആണ്, എ ഡി എ വെക്ടർ ആണ്. ഓക്കെ, അപ്പൊ എ വെക്ടറും ബി വെക്ടറും എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, അഡ്ജസന്റ് സൈഡ്സ് ഓഫ് ദി പാരലോഗ്രാം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനുള്ള ആംഗിൾ ഒക്കെയാണ് തീറ്റ കൊടുത്തിരിക്കുന്നത് കേട്ടോ 2 ഫിഗറിലും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഏരിയ ഓഫ് ദ ട്രയാങ്കിളും പാരലോഗ്രാമിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബിയും ആണ്. ഓക്കെ, യെസ്. ഇനി ഒരു പോയിന്റ് കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്. യെസ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വെക്ടർ എയും വെക്ടർ ബിയും നമുക്ക് ചിലപ്പോൾ കമ്പോണന്റ് ഫോമിൽ നമുക്ക് തരാം അല്ലെ. ആ കമ്പോണന്റ് ഫോമിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. അത് നമുക്ക് പഠിക്കണം. ഡിറ്റർമിനൻസി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫോർമുലയുണ്ട്. അവിടെ നോക്കിക്കോളൂ, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഓക്കെ, വെക്ടർ എയും നമുക്ക് വെക്ടർ ബിയും 2 വെക്ടേഴ്സുകളാണ്. ആ വെക്ടേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് കമ്പോണന്റ് ഫോമിലാണ്. വെക്ടർ എ നമുക്ക് തന്നിരിക്കുന്നത് a1i പ്ലസ് a2j പ്ലസ് a3k എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വെക്ടർ ബി നമുക്ക് തന്നിരിക്കുന്നത് b1i പ്ലസ് b2j പ്ലസ് b3k എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ 2 വെക്ടേഴ്സുകൾക്കുള്ള ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി കണ്ടെത്താനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റ് റോയില് ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. നെക്സ്റ്റ് a1 a2 a3 റെസ്പെക്റ്റീവ് കമ്പോണൻസ് ഓഫ് ദി വെക്ടർ എ അല്ലെ. a1 a2 a3. ദെൻ വെക്ടർ ബിയുടെ റെസ്പെക്റ്റീവ് കമ്പോണൻസ് ഏതൊക്കെയാ, b1 b2 b3. അതിന്റെ ഹോൾ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ ക്രോസ് ബി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, യെസ്. നമുക്ക് ഇത് വെച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
we have the question find magnitude of A cross B അല്ലെ magnitude of A cross B നമുക്ക് കണ്ടുപിടിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്? വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട് 2i plus j plus 3k. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ എടുത്തെഴുതാം. വെക്ടർ എ is equals to 2i plus j plus 3k cap. അതേപോലെ തന്നെ വെക്ടർ ബി എന്താണ്? 3i plus 5j cap minus 2k cap. We have to find magnitude of A cross B അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? A cross B കണ്ടെത്തണ്ടേ? Okay, so A cross B is equals to determinant of I, J, K. Then respective components of the vector A എന്താണ് വരേണ്ടതായിരിക്കുക? 2, 1, 3. അടുത്തതോ 3, 5 minus 2. Then determinant കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണ് അല്ലെ? ഡിറ്റർമിനന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? I cap into റോയും കോളം ഡിലീറ്റ് ചെയ്യുക അല്ലെ? അപ്പൊ ബാക്കി നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? 1, 3, 5 minus 2. So minus 2 into 1 minus 2 minus 5 into 3 15. Then minus j cap into j കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം അല്ലെ? ബാക്കി എന്താ വരുന്നുണ്ടായിരിക്കുക? 2, 3, 3 minus 2. So minus 2 into 2 minus 4 minus 3 into 3 will be 9. Yes. Then plus k cap into k contain ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്ന ആളുടെ നമ്മൾ എന്താ മതി? ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ. Then 5 into 2 will be 10 minus 3 into 1 will be 3. So when we are calculating, we will get minus 17 I cap. Okay, then minus 9 and minus 4 will be 13. Minus 13 into minus will be 13 J cap. Then plus 7 K cap. So A cross B നമുക്ക് കിട്ടിയിരിക്കുന്നത് minus 17I plus 13J plus 7 K cap എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. A cross B. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ് കണ്ടെത്തേണ്ടത് അല്ലെ? ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക? വിച്ച് ഇസ് ഈക്വൽസ് ടു റൂട്ട് ഓഫ് എന്തായിരിക്കണം? ഐ, ജെ, കെ കമ്പോണൻസ് റെസ്പെക്റ്റീവ് കമ്പോണൻസുകളുടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി അല്ലെ? സോ minus 17 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വരുന്നത് 17 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ റൂട്ട് ഓഫ് 507 ആയിരിക്കും ആൻസർ കിട്ടുന്നുണ്ടായിരിക്കുക. ഐ ഹോപ്പ് യു ക്ലിയർ ദ പ്രൊസീജിയർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ചെയ്യേണ്ട രീതികൾ. ഓക്കെ, യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ അല്ലെ? ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ perpendicular to each of the vectors a plus b and a minus b. ഇപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബിക്കും വെക്ടർ എ മൈനസ് വെക്ടർ ബിയും കാണുമ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സുകൾ കിട്ടില്ലേ? ആ രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന യൂണിറ്റ് വെക്ടറിനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കും? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദ വെക്ടർ എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യം എ പ്ലസ് ബി കണ്ട് എ മൈനസ് ബി കാണുക, അതിന്റെ എന്ത് ചെയ്യുക? ക്രോസ് പ്രൊഡക്റ്റ് കണ്ടെത്തുക. ആ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഒരു വെക്ടർ കിട്ടുന്നുണ്ടായിരിക്കും. ആ വെക്ടറിന്റെ എന്ത് ചെയ്യുക? യൂണിറ്റ് വെക്ടർ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, യെസ്. വെക്ടർ എയും വെക്ടർ ബി നമുക്ക് ഗിവൺ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. വെക്ടർ എ ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. വെക്ടർ ബി equal to I cap plus 2j cap plus 3k cap. Okay, vector A is equal to I cap plus j cap plus k cap. Vector B equal to I cap plus 2j cap plus 3k cap. നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സുകളാണ്. നമുക്ക് ആദ്യം a plus bയും a minus bയും കണ്ടെത്താം. സോ വെക്ടർ എ പ്ലസ് ബി എങ്ങനെയാ കണ്ടെത്തുന്നുണ്ടായിരിക്കുക? രണ്ട് വെക്ടേഴ്സുകൾ ആഡ് ചെയ്താൽ മതി അല്ലെ? ആഡ് ചെയ്യുമ്പോൾ റെസ്പെക്റ്റീവ് കമ്പോണൻസുകൾ ആഡ് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? I plus I. So 2i plus 3j plus 4k. Then
vector A minus vector B is equals to I cap plus j cap plus k cap minus I cap plus 2j cap plus 3k cap. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? I cap plus j cap minus k cap minus I cap minus 2j cap minus 3k cap. So I cap minus I cap 0i ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം നമ്മളത് എഴുതുന്നില്ല. അടുത്തതിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ദെൻ j cap minus 2j cap. സോ നമുക്ക് എന്ത് വരും? മൈനസ് ജെ ക്യാപ് എന്ന് വരും. പ്ലസ് 1 ദെൻ മൈനസ് 2 അല്ലേ? യെസ്, മൈനസ് ജെ ക്യാപ്. അടുത്ത് നമുക്ക് വരുന്നത് എന്താണ്? കെ ക്യാപ് മൈനസ് 3 ക്യാപ്. സോ മൈനസ് 2k ക്യാപ്. എ പ്ലസ് ബി എ മൈനസ് ബി നമുക്ക് കിട്ടി. ദെൻ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽസ് ടു ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്. ദെൻ റെസ്പെക്റ്റീവ് കമ്പോണൻസുകൾ എഴുതുക. 2 3 4. ഇവിടെയാണെങ്കിലോ 0 മൈനസ് 1 മൈനസ് 2. ഓക്കെ, യെസ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനന്റ് കണ്ടെത്തണം. സോ ഐ ക്യാപ് ഇൻറ്റു റോ കോളം ഡിലീറ്റ് ചെയ്യുക അല്ലെ? 3 ഇൻറ്റു മൈനസ് 2 വിൽ ബി മൈനസ് 6 മൈനസ് minus 1 into 4 minus 4. So it will be plus 4. Okay. Then minus j cap into row column delete here. Then remaining we have minus 2 into 2 will be minus 4. Minus 4 into 0 will be 0. Plus k cap into row column delete here. Minus 1 into 2 is minus 2 minus 0. So we will get minus 2i plus 4j minus 2k cap. Minus 2i plus 4j cap minus 2k cap. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? ക്രോസ് പ്രൊഡക്റ്റ് കണ്ടെത്തിയപ്പോൾ അല്ലേ? ഈ ക്രോസ് പ്രൊഡക്റ്റ് കിട്ടിയ വെക്ടറിന് നമുക്ക് എന്ത് വിളിക്കാം? നമുക്കൊരു അടുത്ത പേര് കൊടുക്കാം. സി വെക്ടർ എന്ന് വിളിക്കാം. എന്താണ് കൊടുത്തത്? ഞാൻ സി വെക്ടർ എന്ന് വിളിച്ചു. ഓക്കെ, സി വെക്ടർ എന്ന് വിളിച്ചു. ഓക്കെ, നമുക്ക് കണ്ടെത്തേണ്ടത് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്നിട്ട് ഇതിന്റെ യൂണിറ്റ് വെക്ടറിനെ കണ്ടെത്താം കേട്ടോ. ഓക്കെ, സോ വെക്ടർ സി ഈസ് ഈക്വൽസ് ടു മൈനസ് 2i പ്ലസ് 4j മൈനസ് 2k ക്യാപ്. സോ യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? സി ക്യാപ് ഇസ് ഈക്വൽസ് ടു given vector divided by its magnitude. So minus 2i plus 4j minus 2k cap divided by root of minus 2 ന്റെ സ്ക്വയർ എത്ര വരിക? 4 അല്ലേ? പ്ലസ് 4 ന്റെ സ്ക്വയർ ഓഫ് 16 പ്ലസ് മൈനസ് 2 ന്റെ സ്ക്വയർ ഓഫ് 4. So is equals to minus 2i plus 4j minus 2k cap divided by root 24. Okay. Here I am going to write this. ഇവിടെ റൂട്ട് 24 ഉണ്ടല്ലോ, ആ റൂട്ട് 24ന് റൂട്ട് ഓഫ് 6 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ? അപ്പൊ റൂട്ട് 6 ഇൻറ്റു റൂട്ട് 4 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ. റൂട്ട് 4 എന്ന് പറയുന്നത് എന്താ വരിക? 2 ആണ്. സോ ആൻസർ വിൽ ബി 2 റൂട്ട് 6. അപ്പൊ റൂട്ട് 24 നമുക്ക് 2 റൂട്ട് 6 എന്ന് എഴുതാം. സോ മൈനസ് 2i ബൈ 2 റൂട്ട് 6 പ്ലസ് 4j ബൈ 2 root 6 minus 2k cap by 2 root 6. So I am going to cancel 2 നമുക്ക് cancel ചെയ്യാം അല്ലേ? അതേപോലെ 4ഉം 2ഉം 2 ടൈംസ് cancel ചെയ്യാം. 2 നമുക്ക് cancel ചെയ്യാം. ഓക്കെ, യെസ്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. minus 1 by root 6i plus 2j by root 6 minus k cap by
റൂട്ട് 6 അല്ലെ. -1/√6i പ്ലസ് 2j ബൈ റൂട്ട് 6 മൈനസ് കെ ക്യാപ് ബൈ റൂട്ട് 6. ഇതായിരിക്കും യൂണിറ്റ് വെക്ടർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, യൂണിറ്റ് വെക്ടേഴ്സ് കണ്ടെത്താൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. യെസ്, ചെയ്യേണ്ട രീതി ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹാവിംഗ് ദ പോയിന്റ് സി ബി സി ഈസ് ഗിവൺ അല്ലെ. എ എന്ന് പറഞ്ഞ പോയിന്റ് എന്താ, കോർഡിനേറ്റ്സ് എന്തായിക്കണേ 1 1 1. ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ് 1 2 3. സിയുടെ പോയിന്റ്സ് ആണ് 2 3 1 ആസ് ഇറ്റ്സ് വെർട്ടിസസ്. ഓക്കെ, അപ്പൊ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിട്ടുള്ള 3 വെർട്ടിസസുകളാണ് എയും ബിയും സിയും. എയുടെ കോർഡിനേറ്റ്സ് എന്താ 1 1 1, ബിയുടെ കോർഡിനേറ്റ്സ് എന്താ 1 2 3, സിയുടെ കോർഡിനേറ്റ്സ് എന്താ 2 3 1. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തണം. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്ടർ എയും വെക്ടർ ബിയും അഡ്ജസന്റ് സൈഡ്സുകളാണെങ്കിൽ അല്ലെ. വെക്ടർ എയും വെക്ടർ ബിയും അഡ്ജസന്റ് സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആണെങ്കിൽ ദെൻ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആയിരുന്നു ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? എയും ബി എന്തായിരിക്കണം, അഡ്ജസന്റ് സൈഡ്സുകളായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എയും ബിയും സിയും നമുക്ക് തന്നിട്ടില്ലേ, എ ബി എന്ന് പറയുന്ന സൈഡ് നമ്മൾ എടുക്കുക, അതേപോലെ തന്നെ എ സി എന്ന് പറയുന്ന സൈഡ് എടുക്കുക. ഇതാണ് നമ്മുടെ എന്ത് അഡ്ജസന്റ് സൈഡ്സുകൾ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടി വരിക, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ വരിക, ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി വെക്ടർ ക്രോസ് എ സി വെക്ടർ. നമ്മൾ ഓൾറെഡി ഫിഗറിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ള ഫിഗർ ഉണ്ടായിരുന്നു. അപ്പൊ ആ പോയിന്റ്സ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിളും ഏരിയ ഓഫ് ദ പാരലോഗ്രാമിൽ ഫിഗർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് ഞാൻ എ ബിയും എ സി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എ ബി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കണ്ടേ ആദ്യം അല്ലെ. എ ബി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കണം. വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് അല്ലെ, x1 y1 z1 x2 y2 z2 ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക, x2 മൈനസ് x1i പ്ലസ് y2 മൈനസ് y1j പ്ലസ് z2 മൈനസ് z1k. സോ എ ബി എടുക്കുകയാണെങ്കിൽ x1 y1 z1 അല്ലെ. ഇതെന്തായിരിക്കും x2 y2 z2. അപ്പൊ എ ബി എന്ന് പറഞ്ഞ വെക്ടർ എന്താ വരിക, 1 മൈനസ് 1i എന്ന് പറയുമ്പോൾ 0i, 2 മൈനസ് 1j എന്ന് പറയുമ്പോൾ 1j, 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2k. ഇതാണ് എ ബി വെക്ടർ. ഇനി എ സി വെക്ടർ എന്താ, എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക, എ സി വെക്ടർ. ഓക്കെ, എ ഉണ്ട് സി ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെ x2 y2 z2 ആയിട്ട് എടുക്കുക, ഇതിനെ x1 y1 z1, ഇത് x2 y2 z2 ആയിട്ട് എടുക്കുമ്പോൾ എ സി എന്താ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക, 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1i പ്ലസ് അടുത്തത് 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2j, അടുത്തത് 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0k ക്യാപ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എ ബി വെക്ടർ എ സി വെക്ടർ നമുക്ക് കിട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ക്രോസ് പ്രൊഡക്റ്റ് കണ്ടെത്താൻ പോവാണ്. ഓക്കെ, സോ എ ബി വെക്ടർ ക്രോസ് എ സി വെക്ടർ ഇസ് ഈക്വൽസ് ടു ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് റെസ്പെക്റ്റീവ് കമ്പോണൻസുകൾ അല്ലെ, 0 1 2. ഇതാണെങ്കിലോ 1 2 0. സോ വിച്ച് ഇസ് ഈക്വൽസ് ടു ഐ ക്യാപ് ഇൻറ്റു റോയും കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി എന്താ കിട്ടുക, 1 ഇൻറ്റു 0 0 മൈനസ് 2 ഇൻറ്റു 2 4 മൈനസ് ജെ ക്യാപ് ഇൻറ്റു ജെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക, 0 ഇൻറ്റു 0 0 ആയിരിക്കും, മൈനസ് 2 പ്ലസ് കെ ക്യാപ് ഇൻറ്റു കെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക, 2 ഇൻറ്റു 0 0 0 മൈനസ് 1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 4i. ഇതെന്താ കിട്ടുക, പ്ലസ് 2j മൈനസ് കെ ക്യാപ്. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന എ ബി വെക്ടർ ക്രോസ് എ സി വെക്ടർ എന്ന് പറയുന്നത് മൈനസ് 4i പ്ലസ് 2j മൈനസ് കെ ക്യാപ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഏരിയ കണ്ടെത്തണം അല്ലെ. ഓക്കെ, അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു,
മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഇൻറ്റു 1/2 അല്ലെ. എവിടെയാണെങ്കിൽ എ ബി വെക്ടർ ക്രോസ് എ സി വെക്ടർ കണ്ടുപിടിച്ചു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തണം അല്ലെ. ഓക്കെ, അപ്പൊ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇവിടെ കണ്ടെത്താം. ഒറ്റയടിക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി വെക്ടർ ക്രോസ് എ സി വെക്ടർ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് -4ന്റെ സ്ക്വയർ അല്ലെ, പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് -1ന്റെ സ്ക്വയർ. എന്താ കിട്ടുക ആൻസർ ആയിട്ട്? 16 plus 4 plus 1 which is equals to root 21. ഓക്കെ, ഏരിയ എന്ത് വരുന്നുണ്ടായിരിക്കും? ഹാഫ് ഇൻറ്റു ഏരിയ എന്താ വരുന്നുണ്ടായിരിക്കുക? ഹാഫ് ഇൻറ്റു റൂട്ട് 21. യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഏരിയ ഓഫ് ദ പാരലോഗ്രാം അല്ലെ. ഏരിയ ഓഫ് ദ പാരലോഗ്രാം കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വെക്ടർ എയും വെക്ടർ ബിയും അഡ്ജസന്റ് സൈഡ്സ് ഓഫ് ദി പാരലോഗ്രാം ആണെങ്കിൽ ഏരിയ ഓഫ് ദ പാരലോഗ്രാം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ശരിയല്ലേ? യെസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അപ്പൊ നമ്മള് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കി നോക്കൂ. വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ ക്രോസ് ബി കണ്ടെത്തണം അല്ലെ. യെസ്, നേരിട്ട് ഞാൻ എ ക്രോസ് ബി എഴുതാൻ പോവാണ്. എ ക്രോസ് ബി ഇസ് ഈക്വൽസ് ടു ഡിറ്റർമിനന്റില് ഐ ജെ കെ. റെസ്പെക്റ്റീവ് കമ്പോണൻസ് ഏതാ? 3 1 4 1 -1 1. യെസ്, സോ എ ക്രോസ് ബി കണ്ടെത്തണം. ആദ്യം ഐ ക്യാപ് ഇൻറ്റു 1 plus 4 minus j cap into റോയും കോളൊക്കെ ഡിലീറ്റ് ചെയ്യുക അല്ലെ. 1 into 3 3 minus 4 plus k cap into ഇതില്ല കേട്ടോ, പ്ലസ് k cap into റോയും കോളം ഡിലീറ്റ് ചെയ്യുക. 3 into -1 -3 -1. Okay, we will get 5i 3 - 4 - 1 into plus 1 j minus 4k cap. ഓക്കെ, സോ നമുക്ക് കിട്ടിയത് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിരിക്കും അല്ലെ. യെസ്, എ ക്രോസ് ബി നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 5i plus j minus 4 cap k cap നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദി പാരലോഗ്രാം കിട്ടും അല്ലെ. റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ plus -4ന്റെ സ്ക്വയർ which is equals to 25 plus 1 plus 16 which is equals to root 42. root 42 അതായിരിക്കും എന്ത്? ഏരിയ ഓഫ് ദി പാരലോഗ്രാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ പൊസിഷനിലെ. ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ് ദ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി അല്ലെ. ലെറ്റ് ദ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി സച്ച് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഗിവൺ ആസ് 3 units, magnitude of b is given as root 2/3, and then across b is a unit vector, which means its magnitude is 1, right? Yes, the angle between vector a and vector b is okay. അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത? വെക്ടർ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്ന ഫോർമുലനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു magnitude of b into sin theta. Okay, magnitude of a cross b എന്താണ്? magnitude of a into magnitude of b into sin theta. Okay, ഇതിലെ a cross b നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും. which is equals to magnitude of a is 3, magnitude of b is root 2/3 into sin theta. So we can cancel 3 and 3 here. Then we can shift root 2 from RHS to LHS. So we will get 1 by root 2 equal to sin theta, and theta is nothing but pi by 4. Theta നമുക്ക് എത്ര കിട്ടുന്നുണ്ടായിരിക്കുക? pi by 4. Sin 45 degree ആണ് 1 by root 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത
പോർഷൻ ടോപ്പിക്സുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. താങ്ക് യു.